നീ എങ്ങോട്ടാ ഓടുന്നേ? ആരൊക്കെയാടാ പിന്നാലെ? അതൊക്കെ ഞാൻ പിന്നെ പറയാം, കുറച്ച് ധൃതിയുണ്ട്. ആ, ടിൻഡും ദീപും എത്തിയല്ലോ. ഇനി ഈ 4 ടീമും അവർ കഴിഞ്ഞ അരമണിക്കൂറിനുള്ളിൽ ചെയ്ത നന്മ പ്രവർത്തികൾ നമ്മളോട് പറയുന്നതായിരിക്കും. ആദ്യം ടുണ്ടും പറയൂ. ഞങ്ങൾ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ കുറെ വേസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടു. ഞങ്ങൾ അതെല്ലാം പെറുക്കിയെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ടീം എക്ക് 30 മാർക്ക്. ഓക്കെ, ഇനി ചിഞ്ചു പറയൂ. ഞങ്ങൾ വിശന്നു വലഞ്ഞ ഒരു വൃദ്ധന് വയറ് നിറയെ ഭക്ഷണം വാങ്ങിക്കൊടുത്തു. വെരി ഗുഡ്, അതൊരു നല്ല പ്രവൃത്തിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 മാർക്ക്. ടീം ഡി, ടിൻഡുവും ദീപുവും. ദീപു, നീ പറ. വേണ്ടോ, നീ തന്നെ പറഞ്ഞോ. കണ്ണു കാണാൻ വയ്യാത്ത ഒരു വൃദ്ധയെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിച്ചു. എടേ, അവന്മാർ അത് അവിടെ പതുങ്ങിയിരിക്കുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നമെന്നോ? കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പാവം പിച്ചക്കാരിയെ ലോ 11 ബലമായി പിടിച്ച് റോഡിനപ്പുറം കൊണ്ടിട്ട് ഓടിക്കളഞ്ഞു. സോറി സർ, അവർക്ക് റോഡിനപ്പുറം പോകേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും നന്മ പ്രവർത്തി ചെയ്യണമല്ലോ എന്ന് ഓർത്ത് ഇതിനെ റോഡിനപ്പുറം കൊണ്ടുപോയി ഇട്ടതാ. അതെ, നമ്മുടെ ടിൻഡുമോന് എന്തോ തകരാറ് പോലെ. കാലത്ത് മുതൽ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. ദൈവമേ, അവന് വട്ടായോ? അല്ലാതെ തന്നെ മനുഷ്യന് വീട്ടിലും നാട്ടിലും സ്വസ്ഥമായി ജീവിക്കാൻ വയ്യ. ഇനി അവന് വട്ടുകൂടി ആയാ പിന്നെ പറയുകയും വേണ്ട. വാ, നമുക്ക് ചെന്ന് നോക്കാം. യെസ്, കം ഇൻ. മോനെ, നീ എന്താടാ ഈ വേഷത്തിൽ? സ്റ്റോപ്പ് ഇറ്റ്. ഒരു ജില്ലാ കളക്ടറോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കളക്ടറോ? 4ാം ക്ലാസ് പഠിക്കുന്ന നീ എങ്ങനെയാടാ കളക്ടർ ആവുന്നത്? അതൊന്നും എനിക്കറിയില്ല. സി, ഇന്ന് കാലത്ത് മുതൽ ജില്ലാ കളക്ടറാണ് ഞാൻ. കളക്ടർ ടിൻഡുമോൻ IAS. എന്തെങ്കിലും പരാതിയുണ്ടോ? പരാതിയോ? പരാതിയുണ്ടെങ്കിൽ എഴുതി കൊടുത്ത സ്ഥലം വിട്. എടീ, ഇനി ഒന്നും നോക്കാനില്ല. വണ്ടി വിളിച്ച് ഭ്രാന്താശുപത്രിയിലേക്ക് വിട്. എന്താ പേര്? മൈ നെയിം ഈസ് മിസ്റ്റർ ടിൻഡുമോൻ. ടിൻഡുമോൻ IAS, കോഴിക്കോട് ജില്ലാ കളക്ടറാണ്. ഓഹോ, വളരെ നല്ലത്. താങ്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എത്രയായി ഇത് തുടങ്ങിയിട്ട്? എന്ത് തുടങ്ങിയിട്ട്? അല്ല, ഈ കളക്ടർ ഉദ്യോഗം തുടങ്ങിയിട്ട്. ഇന്ന് കാലത്ത് ചാർജ് എടുത്തതാ. ശരി, വാ, നമ്മൾക്കൊരു സ്ഥലം വരെ പോകാം. എന്നെ എന്തിനാ സെല്ലിൽ അടിച്ചത്? എനിക്ക് എന്താ പ്രശ്നം? അതെ, കുഴപ്പമൊന്നുമില്ല. എളുപ്പം ശരിയാവും. അതാ ആ വരുന്ന ആളോട് പറഞ്ഞാ മതി. ഹലോ, താങ്കൾ ആരാ? ഞാൻ ഇവിടുത്തെ ഡോക്ടറാ. ഒന്ന് പതുക്കെ പറയടോ. ഇവിടുത്തെ കളക്ടറാണെന്ന് പറഞ്ഞതിനാ എന്നെ പിടിച്ച് ഈ സെല്ലിൽ അടിച്ചിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്താ വേണ്ടത്? പത്രം, പുസ്തകം, ഡയറി? ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തരാനാ വന്നത്. ഇങ്ങോട്ട് തരാനോ? എന്ത് തരാൻ? ഇതാ, ഞാൻ എഴുതിയ കഥയാ. പൊട്ടക്കുളത്തിലെ നീർക്കോലി. ഭയങ്കര ത്രില്ലറാ. വായിച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത് നന്നായടാ. ആരെങ്കിലും ഒന്ന് ഞെട്ടണ്ടേ? ദാ, വായിച്ചു നോക്ക്. എന്റെ അമ്മോ, ഞാൻ ഞെട്ടിയതേ നിന്റെ കഥ കേട്ടിട്ടല്ലടാ. ഇതിലേ അക്ഷരത്തെറ്റ് കണ്ടിട്ടാ. ഇനി ഇതും കൊണ്ട് എന്റെ മുമ്പിൽ വന്നേക്കരുത്. ഞാൻ എഴുതിയ ഈ ഞെട്ടിക്കുന്ന കഥ ഒന്ന് പുസ്തകമാക്കി തരണം. കഷ്ടം നിന്റെ കാര്യം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എടാ മന്ദബുദ്ധി, കഥ പ്രസിദ്ധീകരിക്കാൻ ബുക്ക് സ്റ്റാളിലാണോടാ കൊണ്ടുവരേണ്ടത്? ഇവിടെ അച്ചടിയില്ല, വിൽപ്പനയേ ഉള്ളൂ. ഇതുപോലും അറിയാതെയാണോ കഥയും എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ കുറെ പുസ്തകങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടുന്നായിരിക്കും ഇതിന്റെ പരിപാടി എന്ന്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല മോനെ. അങ്ങനെ പറയരുത് ചേട്ടാ, ഇതൊന്ന് പുസ്തകമാക്കി തരണം. എടാ മോനെ, കഥ എഴുതാൻ അനുഭവജ്ഞാനം വേണം. അതൊക്കെയുണ്ട്. അല്പം ഭാവനയുടെ കുറവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിനും വഴിയുണ്ടാക്കാം. ഭാവനക്കുറവിന് പരിഹാരമോ? നീ കൊള്ളാലോ. എന്തു വഴിയാ നീ കണ്ടുവച്ചത്? അതെ, ഈ പുസ്തകം അച്ചടിക്കുമ്പോൾ മുഖചിത്രമായി നടി ഭാവനയുടെ ഫോട്ടോ വെച്ചാ മതി. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ. വേഗം സ്ഥലം കാലിയാക്ക്. ഒരു ചെറിയ വാരികയായിട്ട് അച്ചടിച്ചു തന്നാ മതി പ്ലീസ്. വാരികയോ? എടാ മോനെ, വാരിക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഇറങ്ങുന്നത് എന്ന അർത്ഥം. 2 ആഴ്ചയിൽ ഇറങ്ങുന്നതാണ് ദ്വൈവാരിക. അത് ശരി. അപ്പോ മാസത്തിൽ ഇറങ്ങുന്നതോ? മാസത്തിൽ ഇറങ്ങുന്നതാണ് മാസിക. 2 മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്നത് ദ്വൈമാസിക. മനസ്സിലായോ?
ചേട്ടൻ നോവല് കയ്യിൽ വെച്ചോ, എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഇറക്കിക്കോ. ഇഷ്ടമുള്ളപ്പോൾ ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്, കേട്ടിട്ടില്ലേ? അതാണ് ചേട്ടാ ഇഷ്ടിക. നമസ്കാരം. നമസ്കാരം. എന്താ വേണ്ടത്? പത്രം, പുസ്തകം, ഡയറി? ഇങ്ങോട്ടൊന്നും വേണ്ട, അങ്ങോട്ട് തരാനാ വന്നത്. ഇങ്ങോട്ട് തരാനോ? എന്ത് തരാൻ? ഇതാ ഞാൻ എഴുതിയ കഥയാ, പൊട്ടക്കുളത്തിലെ നീർക്കോലി. ഭയങ്കര ത്രില്ലറാ, വായിച്ചിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അത് നന്നായടാ, ആരെങ്കിലും ഒന്ന് ഞെട്ടണ്ടേ? ഇതാ വായിച്ചു നോക്ക്. എന്റെ അമ്മോ, ഞാൻ ഞെട്ടിയതേ നിന്റെ കഥ കേട്ടിട്ടല്ലടാ, ഇതിലേ അക്ഷരത്തെറ്റ് കണ്ടിട്ടാ. ഇനി ഇതും കൊണ്ട് എന്റെ മുമ്പിൽ വന്നേക്കരുത്. ഞാൻ എഴുതിയ ഈ ഞെട്ടിക്കുന്ന കഥ ഒന്ന് പുസ്തകമാക്കി തരണം. കഷ്ടം നിന്റെ കാര്യം. എന്താ ചേട്ടാ, എന്താ പ്രശ്നം? എടാ മന്ദബുദ്ധി, കഥ പ്രസിദ്ധീകരിക്കാൻ ബുക്ക് സ്റ്റാളിലാണോടാ കൊണ്ടുവരേണ്ടത്? ഇവിടെ അച്ചടി ഇല്ല, വിൽപ്പനയേ ഉള്ളൂ. ഇതുപോലും അറിയാതെയാണോ കഥയും എഴുതി കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ കുറെ പുസ്തകങ്ങൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇവിടുന്നായിരിക്കും ഇതിന്റെ പരിപാടി എന്ന്. ഇവിടെ അങ്ങനെ ഒരു പരിപാടി ഇല്ല മോനെ. അങ്ങനെ പറയരുത് ചേട്ടാ, ഇതൊന്ന് പുസ്തകമാക്കി തരണം. എടാ മോനെ, കഥ എഴുതാൻ അനുഭവജ്ഞാനം വേണം. അതൊക്കെയുണ്ട്, അല്പം ഭാവനയുടെ കുറവുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. പക്ഷേ നമുക്ക് അതിനും വഴിയുണ്ടാക്കാം. ഭാവനക്കുറവിന് പരിഹാരമോ? നീ കൊള്ളാലോ. എന്തു വഴിയാ നീ കണ്ടുവച്ചത്? അതെ, ഈ പുസ്തകം അച്ചടിക്കുമ്പോൾ മുഖചിത്രമായി നടി ഭാവനയുടെ ഫോട്ടോ വെച്ചാ മതി. എങ്ങനെയുണ്ട് ഐഡിയ? നല്ല ഐഡിയ. വേഗം സ്ഥലം കാലിയാക്ക്. ഒരു ചെറിയ വാരികയായിട്ട് അച്ചടിച്ചു തന്നാ മതി പ്ലീസ്. വാരികയോ? എടാ മോനെ, വാരിക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഇറങ്ങുന്നത് എന്ന അർത്ഥം. 2 ആഴ്ചയിൽ ഇറങ്ങുന്നതാണ് ദ്വൈവാരിക. അത് ശരി. അപ്പോ മാസത്തിൽ ഇറങ്ങുന്നതോ? മാസത്തിൽ ഇറങ്ങുന്നതാണ് മാസിക. 2 മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്നത് ദ്വൈമാസിക. മനസ്സിലായോ? ചേട്ടൻ നോവല് കയ്യിൽ വെച്ചോ, എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഇറക്കിക്കോ. ഇഷ്ടമുള്ളപ്പോൾ ഇറക്കുന്ന ഒരു പുസ്തകമുണ്ട്, കേട്ടിട്ടില്ലേ? അതാണ് ചേട്ടാ ഇഷ്ടിക. ടിൻഡു, നീ കുറെ നേരമായല്ലോ കുത്തി വരയ്ക്കുന്നു. എന്താടാ അതിന് മാത്രം ചെയ്യാനുള്ളത്? ഷോ, ഈ അച്ഛന്റെ ഒരു കാര്യം ചെയ്യാനും സമ്മതിക്കില്ല. അച്ഛാ പ്ലീസ്. എന്നാലും നീ എന്താടാ ഈ ചെയ്യുന്നത്? അച്ഛനൊന്ന് അപ്പുറത്തെങ്ങാനും പോയിരിക്കുന്നുണ്ടോ? വല്ലാത്തൊരു കഷ്ടം തന്നെയാ നിങ്ങളുടെ കാര്യം. ചെക്കൻ വല്ലപ്പോഴും ഒന്നും പഠിക്കാനിരിക്കുന്നത്. ആ സമയം നോക്കി ശല്യപ്പെടുത്താൻ ഇറങ്ങിക്കോളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. നീ എന്തിനാടി ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ എന്റെ മകനോടല്ലേ സംസാരിക്കുന്നത്. ഓഹോ, അങ്ങനെയാണെങ്കില് ഞാൻ എന്റെ മകന് വേണ്ടിട്ടാ സംസാരിക്കുന്നത്, അല്ല പിന്നെ. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നിങ്ങൾ എന്തിനാ മനുഷ്യ ആ ചെറുക്കൻ പഠിക്കുമ്പോ ശല്യം ചെയ്യുന്നത്? എടാ ടിൻഡു, എന്തിനാടാ നിരപരാധിയായ എന്നെ ഇങ്ങനെ ചീത്ത കേൾപ്പിക്കുന്നത്? സോറി അച്ഛാ, അമ്മ ഇങ്ങനെ കത്തി കയറുമെന്ന് കരുതിയില്ല. ദേ, നിങ്ങളോടല്ല മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. എടാ ടിൻഡു, നീ ശരിക്കും എന്താടാ പഠിക്കുന്നത്? പഠിക്കല്ല അച്ഛാ, ഞാനൊരു കവിത എഴുതുകയാ. ഓട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്, നിറഞ്ഞ പാത്രത്തിൽ ഞണ്ടു വീണാൽ ജല ജല ജലജ. അരെ വാ, ഒരൽപ്പം കലയൊക്കെ വേണ്ടേ അച്ഛാ? നിന്റെ അച്ഛൻ നീ വിചാരിച്ച പോലെ ഒന്നല്ല, ഭയങ്കര കലാകാരനല്ലേ? കേട്ടോടാ അമ്മ പറഞ്ഞത്? എന്റെ അച്ഛനും ഭയങ്കര കലാകാരനായിരുന്നു. അത് പുള്ളിയെ കണ്ടാൽ അറിയാം. അതെങ്ങനെയാടാ കലാകാരനെ കണ്ട എങ്ങനെയാടാ തിരിച്ചറിയുന്നത്? മുത്തച്ഛനെ കണ്ടാ തന്നെ അറിയില്ലേ, മുഖത്ത് തെളിഞ്ഞു കിടക്കുകയല്ലേ കലകൾ, വസൂരി കലകൾ.